എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടാ നമുക്ക് നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ബാലൻ പറഞ്ഞു, അല്ല ഗോമതി, അത് പിന്നെ ഞാൻ ബാലേട്ടൻ മുടക്കമൊന്നും പറയണ്ട. അവിടെ ഒരു വലിയ സിദ്ധം വരുന്നിട്ടുണ്ട്, ഒരു സ്വാമി വന്നിട്ടുണ്ട്. ആ സ്വാമി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാ. അവിടെ പോവാണെങ്കിൽ നമുക്ക് സ്വാമിനെ ഒന്ന് കാണുകയും ചെയ്യാം. പോകാൻ ബാലേട്ടാന്ന് പറയണം. ഇത് കേട്ടതും ബാലനൊന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി പോയേക്കാന്ന് പറയാം. അല്ലെങ്കിലും ആനന്ദിന്റെ കല്യാണം നടക്കാത്തോണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്ത പ്രതിജ്ഞ. കാരണം ആ 50 ദിവസം തികയാൻ പോവാന്ന് പറയണം. അതിനുള്ളിൽ എനിക്ക് ആനന്ദിന്റെ കല്യാണം നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അതൊക്കെ നടക്കും ബാലേട്ടാ. ബാലേട്ടൻ ഒരു കാര്യം ചെയ്യാം, ആദ്യം വന്ന് ക്ഷേത്രത്തിൽ വന്ന് മനപുരി ഒന്ന് പ്രാർത്ഥിക്കുക. എന്താളും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും ഗോമതിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആനന്ദ് അങ്ങോട്ട് വന്നേ. ആനന്ദിനെ കണ്ട് ബാലൻ പറഞ്ഞു, എടാ ആനന്ദേ, അതെ ഇനിയിപ്പൊ എന്താണ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് വേണ്ടി ഞാനൊരു പെണ്ണ ആലോചിക്കും, നിന്റെ കല്യാണം നടത്തുമെന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ക്ഷേത്രത്തിലേക്ക് പോവാം, നിനക്ക് വേണ്ടി കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതോ ആനന്ദ് പറഞ്ഞു, ദേ അച്ഛാ, അച്ഛനിപ്പൊ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇടപെടിയെന്ന് എനിക്കൊരു കല്യാണമൊന്നും വേണ്ടെന്ന് പറയണം. ആഹാ, അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, ആ ഞങ്ങളും കൂടെ തീരുമാനിക്കണം എന്ന് പറയാം. അപ്പോഴേക്കും അങ്ങോട്ട് ധർമ്മനും ആകാശം മീനാക്ഷി എല്ലാരും കൂടെ വന്നു. അതെ, ഇനിയിപ്പൊ ആനന്ദേണ്ണ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. ആനന്ദേണ്ണെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ കല്യാണം കഴിപ്പിക്കുന്ന ആകാശ് പറയാണ്. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ വിട്ട് നിന്നോളാം. അച്ഛൻ എന്താ ഇത്? ഞാൻ കെട്ടിച്ചുവിടാൻ അച്ഛൻ എത്ര ധൃതിയാണെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടൻ പറഞ്ഞു, അല്ല നിന്നെ കെട്ടിച്ചുവിടുമൊന്നും അല്ല ചെയ്യുന്നേ, ഒരു പെൺകുട്ടീനെ നിനക്ക് വേണ്ടി ആലോചിച്ച നീ അവളെ വിവാഹം കഴിക്കുകയല്ലേ ചെയ്യുന്നേ, ഈ വീട്ടിലല്ലേ താമസിക്കണേന്ന് ഗോമതി പറയാണ്. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം, എനിക്കിപ്പോ വിവാഹം വേണ്ടമ്മേ എന്ന് പറയാണ്. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ടാ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, ശരിയാ, ഞാൻ അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോവാറില്ല, കാരണം എനിക്ക് അത്ര വലിയ വിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ പോവുക, അത് നിനക്ക് വേണ്ടിയിട്ട്, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാ ഞാൻ പോണേന്ന് പറയാം. ഇനി നീ മുടക്കങ്ങളൊന്നും പറയണ്ടെന്ന് പറയാം. എന്തായാലും എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊരു നല്ലൊരു ബന്ധം വരുമെന്ന്. പിന്നീട് ഗോമതിയും ബാലനും അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം ആരിനും മിത്രയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. അവരുടെയും മിഥുനും ഇതിന്റെ കൂട്ടാളികളും അവിടെ വന്ന് നിൽക്കുവാണ്. കാരണം അവന്മാര് കണ്ടു വീടൊക്കെ സ്കെച്ചും പ്ലാനും വീടൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ പുതിയ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കുവാണ്, എങ്ങനെ മിത്രനെ അടിച്ചു മാറ്റണം എന്നൊക്കെയുള്ളത്. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മിഥുൻ തന്റെ കൂട്ടാളിയുടെ പറഞ്ഞു, കണ്ടില്ലേ ഭാര്യയും ഭർത്താവും കൂടെ പോകുന്ന പോക്ക്, അധികം വൈകാതെ തന്നെ ഇവിടെ ഞാൻ പൊക്കൂടാന്ന് പറയണ. അല്ല അതിന് എന്ത് ചെയ്യാനാ പ്ലാന്? അതിന് പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനിന്ന് അലോകനെ കാണാൻ പോയത് വെറുതെ ഞാൻ ഓർത്താണ് ഇരിക്കണേ, ഒരു കാരണവശാലും അല്ല. അവനെ കാണാൻ പോയിട്ട് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അപ്പൊ അധികം വൈകാതെ തന്നെ അവൻ എന്നെ പാർട്ട്ണറാക്കും. അലോകന്റെ സ്വഭാവം വെച്ച് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം പിടിച്ചെടുക്കും ആദ്യം ഞാൻ ചെയ്യുന്നേ. പിന്നീട് പതുക്കെ പതുക്കെ ഞാൻ മിത്രനെ കൊണ്ടുപോയി ഞാൻ കൃഷ്ണമംഗലത്ത് അങ്ങോട്ട് ഏൽപ്പിക്കും. അതിനുശേഷം കൃഷ്ണമംഗലംകാരും മിത്രനെ എനിക്ക് വിവാഹം കഴിച്ചു തരും. എങ്ങനെയുണ്ട് എന്റെ മനസ്സിലായ ഐഡിയ? ഇത് കേട്ടത് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഐഡിയ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുക. പിന്നെ നടക്കുകയല്ലേന്നോ? ഉറപ്പായിട്ടും മിഥുൻ നടത്തും. മിഥുൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് പറയണം. പിന്നീട് ബാലനും ഗോമതിയും കൂടെ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോണ സമയത്താണ് ആര്യൻ അങ്ങോട്ട് പാഞ്ഞ് സ്കൂട്ടിയും കൊണ്ട് വരുന്നത്. അപ്പം മിത്രനെ കൊണ്ട് വിട്ടിട്ട് ആര്യൻ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് സ്കൂട്ടി രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കാണ്ട് തുടങ്ങി. ഒരു വശത്തേക്ക് ആര്യനും വീണു, ഇപ്പുറത്തെ വശത്തേക്ക് ഗോമതിയും വീഴുവാണ്. ഗോമതി വീണ് കണ്ടത് ആര്യം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കാം. എനിക്കൊന്നും പറ്റിയില്ല. എടാ മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കാം. എനിക്കൊന്നും പറ്റില്ല അമ്മയെന്ന് പറയണം. ബാലൻ പറഞ്ഞു, എന്തൊരു വരവായി വരുന്നേ, മരണപ്പാച്ചിലല്ലേ വരുന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടം ആര്യം പറഞ്ഞു, പിന്നെ ഞാൻ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ടോ? ഗോമതി പറഞ്ഞു, ഇനി ഇപ്പൊ അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, നിങ്ങൾ എന്തിനാ അച്ഛനും മോനും തമ്മിൽ ഇങ്ങനെ തർക്കിക്കണേന്ന് ചോദിക്കുക. അതെ, വീട്ടിൽ ഒരാൾ കാത്തിരിക്കുന്നുള്ള ബോധം വേണം, ഇങ്ങനെ ലക്കില്ലാതെ വരുമ്പോഴെന്ന് പറയാണ്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആര്യം പറഞ്ഞാൽ അത് എനിക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ബാധകമെന്ന് പറയണം. ഗോമതി പറഞ്ഞു, ആർക്കൂടിയൊന്നും സംഭവിച്ചില്ലോ, ഇനിയെങ്കിലും ഈ വഴക്കം നിർത്ത്. നിങ്ങൾ രണ്ടും തമ്മിൽ ഇഷ്ടത്തിലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ എന്തിനാ ഈ കടിച്ചു കയറാനായിട്ട് ചെല്ലുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? ബാലേട്ടാ, 2 വാക്ക് നല്ലത് പറയാൻ പറയണം. പിന്നെ 2 വാക്ക് നല്ലത് പറഞ്ഞു പോലും. ഗോമതി പറഞ്ഞു, മോനെ ആര്യ, ഞങ്ങൾ ഇതിന് നല്ല കാര്യത്തിന് ഇറങ്ങുവാന്ന് പറയണം. ബാലൻ പറഞ്ഞു, ശകനമായിട്ടപ്പോ ഒരാൾ മുന്നിലേക്ക് വന്നല്ലോ, ഇനി പോയ കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം.
ഗോമതി പറഞ്ഞു, എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ? ആനോട് ഗോമതി പറഞ്ഞു, അതെ ആനന്ദിന്റെ വിവാഹം നടക്കുന്നില്ല, അപ്പൊ ആനന്ദിന്റെ വിവാഹക്കാര്യത്തിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വന്ന കുറച്ച് പൂജകളും വഴിപാടുകളൊക്കെ നടത്താനുണ്ടെന്ന് പറയാ. അതിനുവേണ്ടി പോന്ന എന്തായാലും മോനെ കണ്ടത് ഭാഗ്യേ, നിന്നെ കണ്ടുപോയിട്ടുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്, പോയ കാര്യം നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയണം. പിന്നീട് ബാലനോട് പറഞ്ഞു, ബാലേട്ട ഒരു 2 വാക്ക് നല്ലതൊന്ന് പറയാൻ പറയണ ആര്യനോട്. പിന്നെ നല്ലത് പറഞ്ഞാലും കൂടെ മതി. ഇവിടെ നിന്ന് ആര്യം പറഞ്ഞു, എന്നോട് ആരും നല്ല വാക്കൊന്നും പറയണ്ടമ്മയെന്ന് പറയണം. ഗോമതി മോനെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കണം. ശരി പോയിട്ട് വാ, ആനന്ദിന്റെ കല്യാണക്കാരിയാന്ന് പറഞ്ഞുകൊണ്ട് ആര്യന് നല്ല സന്തോഷമായി. പിന്നീട് ആര്യനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാണ് ഗോമതി അങ്ങോട്ട് പോണേ. പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ബാലിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഗോമതി ചോദിച്ചു, ഭർത്താവാണല്ലേ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ബാലിനൊന്ന് ചമ്മി. ബാലൻ പറഞ്ഞു, അല്ല ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറയണേ. കാരണം ബാലൻ അങ്ങനെ ക്ഷേത്രത്തിലൊന്നും പോവാറില്ല. കാരണം ബാലിന് അത്ര വിശ്വാസമൊന്നും ഇല്ല. ഇടയ്ക്ക് എങ്ങാണ്ട് വല്ലപ്പോഴും എങ്ങാണ്ട് 1-2 വട്ടം പോയിട്ടുള്ള ഉണ്ടെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഗോമതി ആണെങ്കിൽ ഭയങ്കര ദൈവവിശ്വാസിയാണ് താനും. ഗോമതിക്ക് ഇതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടും ഗോമതി ആനന്ദിന്റെ കാലത്ത് ഇനിയിപ്പോൾ തീരുമാനം ഉണ്ടാകണമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ ഗോമതിക്ക് തോന്നി. അതുകൊണ്ടാണ് പിടിച്ച പിടിയാളെ ബാലിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നീട് തിരുമേനി പറഞ്ഞതേ പൂജയ്ക്ക് 1 മണിക്കൂർ താമസം ഉണ്ടെന്ന് പറയണം. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പിന്നെ ഗോമതി സ്റ്റോഴ്സ് ബാലിനല്ലേ എനിക്കറിയാന്ന് പറയണം. കാരണം ഗോമതിനെ അറിയാവുന്നതുകൊണ്ട് പിന്നെ ഭർത്താവാണല്ലോ, അപ്പം കേട്ടിട്ടുണ്ടല്ലോ കുറെ. അപ്പോഴേക്കുമാണ് അങ്ങോട്ട് ഒരു കാറ് വന്ന് നിർത്തിയത്. കാറിനകത്തുനിന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇറങ്ങുവാണ്. അവർ ക്ഷേത്രത്തിലേക്ക് കയറി വരുന്നുണ്ടപ്പത്തേനും തന്നെ തിരുമേനി പറഞ്ഞു, ആഹാ ഇതാര് ഉദയഭാനു സാറുവാ. ഉദയഭാനു സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയില്ലെന്ന് പറയണം. അതെ ഒരു യാത്രയിലായിരുന്നു, കഴിഞ്ഞ ദിവസം വന്നേന്ന് പറയണം. പെട്ടെന്ന് ബാലിന് ആളെ മനസ്സിലായില്ല. ബാലിനോട് ചോദിച്ചു, ആളെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. തിരുമേനി ചോദിച്ചാൽ ബാലൻ പറഞ്ഞു, ഇല്ല മനസ്സിലായില്ല. ഉദയഭാനു സാറ് ഓ കേട്ടിട്ടുണ്ടെന്ന് പറയണം. നല്ല ഭയങ്കര ബിസിനസ്സുകാരനാ, പക്ഷെ അതിൻ്റെതായ അഹങ്കാരം ഇല്ല കേട്ടോ 2 പേർക്കും. എന്തൊരു എളിമയാണെന്നറിയാവോ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, കാര്യമായിട്ട് തന്നെ ക്ഷേത്രത്തിന് തരുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരോടും, ഉള്ളവരോടും ഇല്ലാത്തവരോടും എല്ലാം ഒരേപോലെ ഒരു പെരുമാറ്റമാണ്. ആരെയും അങ്ങനെ വലുതായിട്ട് അല്ലെങ്കിൽ ആരെയും അങ്ങനെ ചെറുതായിട്ട് ഒന്നും കാണാറില്ല. നല്ല എളിമയും വിനിയോഗമാണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, അതെ തിരുമേനി എന്നെ അത്രയും കൂടെ പൂഴ്ത്തണ്ടെന്ന് പറയണം. പിന്നെ ഒരു റെസിപ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഇത് പൂജയ്ക്കുള്ളതെന്ന് പറയണം. ആണോ, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. പൂജയ്ക്ക് കുറച്ച് സമയം ആകുമെന്ന് പറയണം. അതിനെന്താ ആയിക്കോളൂ, എന്തായാലും നിങ്ങൾ 2 പേരും ഇനിയിപ്പം പരിചയക്കാരായില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഉദയഭാനു ബാലനോട് ചോദിച്ചാ, അല്ല പേരെന്താന്ന് ചോദിക്കണം. ബാലൻ ഗോമതി സ്റ്റോഴ്സ്. ഓ മനസ്സിലായി, ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലനൊരു അമ്പരപ്പം ഉണ്ടായത്. കാരണം തന്നെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ താനാണെങ്കിലോ ഇയാളെ കുറിച്ച് അങ്ങനെ അധികമൊന്നും കേട്ടുമില്ല. വലിയ ബിസിനസ്സുകാരനൊക്കെയാണെന്നാ പറയണേ, പക്ഷെ തനിക്കാണെങ്കിൽ കൂടുതലായിട്ടൊന്നും അറിയത്തുമില്ല. പിന്നെ തിരുമേനി പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ 2 പേരും കൂടി ഇനി അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കുക, അപ്പത്തേനും ഞാൻ പൂജയൊക്കെ ചെയ്ത് പ്രസാദം കൊണ്ട് തരാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പോവാണ്. പിന്നീട് ഉദയഭാനു ബാലനോട് ചോദിച്ചു, അല്ല ബാലിന്റെ വീട് ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കണം. അത് സാറേ ഇവിടെ അടുത്താ, കുറച്ചങ്ങോട്ട് ഉള്ളെന്ന് പറയണം. ഞാൻ കേട്ടിട്ടുണ്ട് ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ചൊക്കെ. അല്ല ഗോമതി സ്റ്റോഴ്സ് ഒരു കട മാത്രമേ ഉള്ളൂ, അതോ ഇനിയിപ്പോൾ വേറെ കടകളുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തുടങ്ങാണ്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അതിനകത്തേക്ക് മാത്രമായിരുന്നു എന്റെ കോൺസെൻട്രേഷൻ, ആ കട വിപുലമായിക്കൊണ്ട് വരുന്നതിനെ കുറിച്ച്. ഇത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യം കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേരളത്തിന് ഉള്ളിലുള്ളക്കാരും കേരളത്തിന് പുറത്താണ്. അപ്പം മിക്കപ്പോഴും ഞാൻ യാത്രയിലായിരിക്കും. പിന്നെ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ താമസിക്കാനായിട്ട് ഇവിടെ ഒരു വീടുണ്ടെന്ന് പറയാണ്. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോമതി പറഞ്ഞു, ബാലേട്ടൻ അങ്ങനെ അധികം ക്ഷേത്രത്തിലേക്കൊന്നും വരാറില്ല. പിന്നെ മോന്റെ കല്യാണം നടന്നിട്ടില്ല അതിലായിട്ടും. അപ്പൊ മോന്റെ കല്യാണത്തിന് വേണ്ടി കുറച്ച് പൂജകളൊക്കെ നടത്താൻ വേണ്ടി വന്നാന്ന് പറയണേ. ഇത് കേട്ടതും ഉദയഭാനുവിന്റെ ഭാര്യ പറഞ്ഞു, അതെ ഞങ്ങളും അതൊക്കെ തന്നെയാ, മൂത്ത മോളുടെ കല്യാണം ഇതിലായിട്ട് നടന്നിട്ടില്ല, അപ്പോളുടെ കല്യാണക്കാര്യത്തിന് വേണ്ട പൂജകളും വഴിപാടുകളും നടത്താൻ വന്നാ ഞങ്ങളെന്ന് പറയണം. പിന്നീട് കോമതിയോട് ഉദയഭാനുവിന്റെ ഭാര്യ വെച്ച് പേരെന്താന്ന് വെച്ചപ്പം എന്റെ പേര് ഗോമതി എന്നാന്നൊക്കെ പറയണം. അങ്ങനെ അവർ 2 പേരും ഭയങ്കര കൂട്ടാണ്, സെറ്റ് ആവുകയാണ്. അവർ ബാലനാണ് ഗോമതിക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരെ. കാരണം അവരുടെ സംസാരം പെരുമാറ്റവും ആ വലിയ ഇത് കാശുണ്ടെന്നുള്ള ഒരു അഹങ്കാരോ ജാടയൊന്നും ഇല്ലാത്ത വർത്താനോ. എന്നാൽ ശരി നമുക്കങ്ങോട്ട് മാറിയിരിക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് മാറി സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ആകാശം മീനാക്ഷിയും കൊണ്ട് വരികയാണ്. അപ്പം മീനാക്ഷിയുടെ ഓഫീസിന്റെ അടുത്ത് എത്താറായി. ആകാശിനോട് മീനാക്ഷി പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ സമയം പോയി, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നോളാന്ന് പറയാണ്. അതെന്താ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കയറി പോയിക്കോളാം, ഇനി ആകാശ് പോയിക്കോളാൻ പറയാം. എനിക്കിന്ന് എന്താണുള്ള സന്തോഷമായി, എത്ര കാലത്തിന് ശേഷം എന്നറിയാം നമ്മൾ 2 ഒരുമിച്ച് ഇങ്ങനെ ബൈക്ക് വരുന്നേ. ഇപ്പൊ എനിക്കൊരു ട്രിപ്പ് പോകാൻ തോന്നുക, നമുക്കൊന്നുകൂടെ ഒന്ന് ഹണിമൂൺ ട്രിപ്പ് പോയാലോന്ന് ചോദിക്കാം. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, ആഹാ കൊള്ളാലോ മനസ്സിലുള്ള ആഗ്രഹം, അതെന്താ അങ്ങനെ പറഞ്ഞേ. ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് പറയണം. അല്ല
ഇതിനകത്തുനിന്നൊക്കെ നമുക്കൊന്ന് മാറി ഒരു 2 ദിവസം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട്. എപ്പോഴും ഇങ്ങനെ ഓഫീസ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനാണെങ്കിൽ മടുപ്പുണ്ടല്ലോ എന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ മീനാക്ഷി ഇങ്ങനെ ആലോചിച്ചു. എന്താ ആകാശിന് എന്നോട് ഈ പഴയ റൊമാൻസ് ഒന്നും ഇപ്പൊ ഇല്ലേന്ന് ചോദിക്കുകയാണ്. എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ആകാശിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിക്കിപ്പോഴും അങ്ങനെയല്ല കേട്ടോ, പഴയ റൊമാൻസ് ഒക്കെ എന്റെ മനസ്സിലുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ആകാശ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഒരു കാര്യം ഞാൻ മറന്നുപോയെന്ന് പറയണേ. എന്ത്? ഇങ്ങോട്ട് വാ, ഞാൻ പറയാന്ന് പറയണേ. അങ്ങനെ അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് വിളിച്ചിട്ട് ആ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നാണെങ്കിൽ മീനാക്ഷിക്ക് ചമ്മലാണോ വല്ലാത്ത ബുദ്ധിമുട്ടേ. ആകാശേ, ഇത് പബ്ലിക് പ്ലേസ് ആ, ഇവിടെ വെച്ചിട്ട് എന്തോ കാണിക്കുന്നത്? മീനാക്ഷി ചുറ്റും നോക്കും, ആരെങ്കിലും കണ്ടോന്ന്. പിന്നെ ഞാൻ എന്റെ ഭാര്യനെ ഒന്ന് ഉമ്മ വെക്കുന്നതിന് ഇപ്പൊ ആരാ എന്താ പറയാനുള്ളത്? ആരെങ്കിലും ചോദിച്ചോണ്ട് വരട്ടെ എന്ന് പറയണ. അപ്പോഴേക്കും അങ്ങോട്ട് വീണ ചേച്ചി വന്നു. ആഹാ, ഇതെന്താ ഭാര്യയും ഭർത്താവും കൂടെ നടുറോട്ടിലൊരു ശൃംഗാരം? ഒന്നുമില്ല. ആകാശ് പോവാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. എന്നാ വാ നമുക്ക് പോയേക്കാന്ന് പറയാം. ആകാശ് പറഞ്ഞു, അല്ല വീട്ടിലാണെങ്കിലോ ശൃംഗരിക്കാൻ സമയമില്ല, ഫയലുകളും കാര്യങ്ങളും ഒക്കെയാ ഓഫീസിലെ. അതങ്ങനെയാ ആകാശേ, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ എല്ലാം ടെൻഷനില്ല. ഒരു അദാലത്ത് വരുന്നുണ്ടേ, അപ്പൊ അദാലത്തിനെ കുറിച്ചൊക്കെയുള്ള ഫയൽസുകളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞാലും ഉറങ്ങാനൊന്നും സമയമില്ല. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, ഓഹോ സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് വെറുതെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വീണയൊന്ന് ചിരിക്കുകയാണ്. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോകുമ്പോഴത്തേനും മീനാക്ഷിയുടെ കയ്യെ പിടിച്ച് വീണ്ടും ഒരു ഉമ്മ കൊടുക്കണം. മീനാക്ഷി ആകാശം എന്ന് പറഞ്ഞ് ആകാശിനോട് ദേഷ്യപ്പെടുക. പിന്നീട് വീണ ചേച്ചി മീനാക്ഷിയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ക്ഷേത്രത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതിയും ബാലനും. ഉദയഭാനില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഉദയഭാനു പറഞ്ഞതേ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നെ വിളിക്കാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ പേഴ്സിനകത്ത് ഒരു കാർഡ് എടുത്ത് കൊടുക്കുക. ഇതിന്റെ വിസിറ്റിംഗ് കാർഡാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ബാലനോട് നിന്ന് കഴിയുമ്പോഴത്തേനും അവരും കൂടെ നടന്നു പോയി കഴിയുമ്പോഴത്തേനും ഉദയഭാനിന്റെ കയ്യൊക്കെ കിടന്ന് ബ്രേസ്ലെറ്റ് അഴിഞ്ഞ് താഴേക്ക് വേണം. പെട്ടെന്ന് ഉദയഭാനെ വിളിക്കുകയാണ്. സാറിന്റെ ബ്രേസ്ലെറ്റ് എന്ന് പറയാണ്. താങ്ക് യു ബാല എന്ന് പറയാണ്. പിന്നീട് ഉദയഭാനിന്റെ ഭാര്യ ഭർത്താവിന്റെ കയ്യിലേക്ക് അത് കെട്ടിക്കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഗോമതി പറഞ്ഞു, എന്ത് നല്ല സ്നേഹമുള്ള കുടുംബം അല്ലേ ബാലേട്ടാന്ന് പറയണം. അത് ശരിയാന്ന് പറയണം. തിരുമേനി അപ്പൊ അവർക്കുള്ള പ്രസാദമായിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ ഉദയഭാനോടുള്ള പ്രസാദം കൊടുക്കുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ബാലനും ഗോമതിക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. പിന്നീട് ആകാശ് കടയിലേക്ക് വരുവാണ്. ഈ സമയത്ത് ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. അവർ നോക്കിക്കഴിയുമ്പോഴത്തേനും ആ കടയുടെ മുന്നിലെല്ലാം സ്വർണ്ണക്കള്ള ബാല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവന്റെ കടയിൽ 4 സാധനങ്ങളൊന്നും മേടിക്കലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇതിലെ പേപ്പറിലൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടപ്പത്തിനും ആകാശന് സഹിച്ചില്ല. ആകാശെല്ലാം വലിച്ചെറിഞ്ഞ് പള്ളയിലേക്ക് കളയുവാണ്. ധർമ്മം പറഞ്ഞു, എടാ ആകാശേ, നീ ഇത് വലിച്ചെറിഞ്ഞോണ്ട് ഒന്നും ഒരു കാര്യമില്ല. അറിയാലോ, അവന് ചൊരുക്ക് തീർക്കുന്നതെന്ന് പറയണ അലോകം. അവന്റെ ചൊരുക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പൊ തന്നെ കൃഷ്ണമംഗലത്ത് പോയി നാളെണ്ണം പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അലോകം പറഞ്ഞു, വേണ്ട, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയണം. പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ അല്ല, ധർമ്മമ്മ കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്ന എന്താന്ന്? ഇപ്പൊ അച്ഛൻ എവിടെ ഇല്ലാത്ത ഭാഗ്യം. അച്ഛൻ ക്ഷേത്രത്തിൽ പോയിട്ട് താമസ വരുവോളെന്ന് പറഞ്ഞ്. ഇല്ലായിരുന്നെങ്കിലോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായി എന്താ സംഭവിക്കുന്നതിന്? അത് കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് എങ്ങനെയാ വെച്ചാൽ കൈകാര്യം ചെയ്യാന്ന് പറയണം. ആരിനുണ്ടായിരുന്നെങ്കിലോ ഒരുത്തിനും ഇങ്ങനെ കയറി കളിക്കാനായിട്ട് കൂട്ടാക്കില്ലായിരുന്നു. എല്ലാരും കൂടെ കൂടിയിട്ട് ആരിനെ അകറ്റില്ല നമ്മളെന്ന് ചോദിക്കണം. അതൊന്നും സാരമില്ല, എല്ലാത്തിനും ഒരു വഴിയുണ്ട്, നമുക്ക് പരിഹാരം കണ്ടെത്താൻ ധർമ്മം പറഞ്ഞ് അങ്ങനെ ആകാശിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.